എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇത് നമ്മുടെ 53-ാമത്തെ എപ്പിസോഡാണ്. 6/3/2024. അതായത് ഇന്ന് എനർജി 6ൻ്റെ എനർജിയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ആദ്യം തന്നെ പറയാം, അതിനുശേഷം നമുക്ക് കിടക്കാം. ഓക്കെ, 80 86 89 70 30 ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഓക്കെ, ഇന്നത്തെ പേഴ്സണാലിറ്റി, അതായത് ഇന്നത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ എനർജിയാണ്, 6 എന്ന എനർജി. അതുപോലെ ടോട്ടൽ എനർജി വരുന്നത് 8. അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ അത് ഒരു ബെസ്റ്റ് എനർജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര, കാരണം അത് ഓരോരോ ഡേറ്റിനും വ്യത്യാസമാണ്. പക്ഷേ 6 എന്ന ഒരു എനർജിക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് കിടക്കാം. കോളാണല്ലോ പ്രധാനപ്പെട്ടത്. ഓക്കെ, ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാർ, ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്നാണ്. ഓക്കെ, എന്റെ മകൾക്ക് വേണ്ടിയാണ് സാർ വിളിക്കുന്നത്. ഓക്കെ, മകളുടെ പേര് പറയും. അലീഷ, ALEESH. ഇനീഷ്യലോ സെക്കൻഡ് നെയിം എന്താണ്? SH, അലീഷ R. ഇത് മാത്രമേ പേരുള്ളൂ അല്ലേ? അലീഷ R. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അലീഷ R-ന്റെ. 19/2/2010. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 6 അപ്പോൾ 1ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ് എന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ പറയാനുള്ളത്. അത് നമ്മുടെ ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോഴേക്കും ഒരു നല്ല കൂടിച്ചേരലാണ്. അപ്പോൾ പൊതുവേ നമുക്ക് സൂര്യൻ്റെയും ശുക്രൻ്റെയും എനർജി ജ്യോതിഷപ്രകാരം അത്ര സപ്പോർട്ടീവായിട്ട് പറയാറില്ല. പക്ഷേ ന്യൂമറോളജി പ്രകാരം 1ഉം 6ഉം കൂടിച്ചേരുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെയുള്ള നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഈ അലീഷ R എന്നുള്ളത് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അത്രയും ഗുണങ്ങൾ അതിൽ ഇല്ല. കാരണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച ആ ഒരു എനർജീൻ്റെ കുറച്ചെങ്കിലും അതിനെ കുറക്കുന്ന ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 7ൻ്റെ എനർജിയിലാണ് വരുന്നത്. 7ൻ്റെ എനർജി വളരെ ഓപ്പോസിറ്റ്, ദോഷം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനർജി അല്ല എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ഓക്കെ, അതാണ് പേരിൻ്റെയും ഇപ്പോഴത്തെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയേണ്ട കാര്യം. ഓക്കെ, അതിനെ നമുക്ക് ബെസ്റ്റ് ആക്കണമെങ്കിൽ അലീഷ R എന്നതിൻ്റെ ഫുൾ ഫോം നമുക്ക് വേണമെങ്കിൽ വെച്ച് നോക്കാം. R-ന്റെ ഫുൾ ഫോം എന്താണ്? റഹ്മത്തുള്ള. സർ, റഹ്മത്തുള്ള. RAHMA THULLAH. AH ഉണ്ടോ? ഇല്ല അല്ലേ? ഇല്ല, റഹ്മത്തുള്ള. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഒരു ബെസ്റ്റ് ആവുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും പേര്? ഏത് പേര്? ഫസ്റ്റ് പേര് തന്നെ മെഹറിൻ ആക്കാനോ? അലീഷ മെഹറിൻ. ഓക്കെ, നോക്കാം. ME അല്ലേ വരുന്നത്? മെഹറിൻ. MEHARIN. N ഏന്നുണ്ടോ? മെഹറിൻ അല്ലേ? മെഹറിൻ. അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു, പിന്നെ എന്തായാലും ഇത് ഈ പേരിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും നല്ല പേരായി. ഓക്കെ, ഒരു 80% നല്ല പേരായിട്ട് വരുന്നുണ്ട്. അലീഷ മെഹറിൻ, MEHARIN. അതിൽ കൂടെ പിന്നെ ഇനീഷ്യൽ അലീഷ മെഹറിൻ R കൂടി വേണം അല്ലേ? 6 വരുമ്പോഴേക്കും അത് പിന്നെ എനർജി മാറും. അലീഷ മെഹറിൻ മാത്രം ആക്കുമ്പോഴേക്കും മെഹറിൻ ആരുടെയും പേരാണോ? അല്ല, നിങ്ങൾ എക്സ്ട്രാ ഒരു പേരിടുന്നതാണോ? ഇപ്പൊ എടുത്ത നെയിമാണ് സർ. അതെ അല്ലേ? എടുത്തതാണ്. അപ്പോൾ വേറെ ഇനീഷ്യൽ ഇല്ലാണ്ട് ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു നല്ല പേരാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരാണ്. എന്നാലും എന്താ പറയുക, ഒരു 80% നല്ല പേരാണ്. ഓക്കെ, അങ്ങനെ എടുക്കാം. അലീഷ മെഹറിൻ മാത്രം, അതിൻ്റെ കൂടെ ഇനീഷ്യലോ വേറൊരു ലെറ്ററോ ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെടുക്കാം.
ആ. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് പേര് നോക്കാൻ സമയമില്ല. നമുക്ക് നിങ്ങൾ ആദ്യം സജസ്റ്റ് ചെയ്ത 1-2 പേര് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആ ഫുൾ ഫോം ആക്കിയിട്ട് നോക്കി, ഈ പേരും വെച്ച് നോക്കി. പക്ഷേ ഈ പേരിൽ നമുക്കൊരു 80% കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആലിഷേനെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഡേറ്റ് ഓഫ് ബർത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേര് ഒരു ഇനീഷ്യൽ ഇല്ലാണ്ട് ഇത് മാത്രം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ നല്ല വേറെ എന്താണ് പേര് ആഡ് ചെയ്യേണ്ടത്? അസ്മി ആർ. അല്ല, വേറെ ഈ കുട്ടിയുടെ വേറെ ഒരാളുള്ളത് പിന്നെ ഒരു അവസരത്തിൽ നോക്കാം കേട്ടോ. ഞാൻ വേറൊരു പേര് കൂടി വെച്ച് നോക്കാനാണ്. ഓക്കെ, പിന്നെ ഒരു അവസരത്തിൽ വിളിക്കൂ, തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പാലക്കാട് നിന്ന് അലീഷയുടെ അമ്മയാണ് വിളിച്ചത്. ഓക്കെ, നമുക്ക് ആ ഒരു പേരിനെ ഒരു 80% നമുക്ക് നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കും സന്തോഷം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു പേരിനെ ഏറ്റവും മികച്ചതാക്കി കൊടുക്കുക എന്നുള്ളത് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്കൊരു ചെറിയ സമയത്തിനുള്ളിൽ ചിലപ്പം പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആറിനെ കുറിച്ചിട്ടാണ്. ആറിൻ്റെ മഹത്തരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആറിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയേണ്ടത്, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീടും ബന്ധങ്ങളും നമ്മുടെ ഇഹലോകത്തിൽ വേണ്ട കാര്യങ്ങൾ, നന്നായിട്ട് ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുക, നല്ല കുടുംബം, നല്ല വീട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ 100% ആയിട്ട് വരുന്ന ചിന്തകൾ. അതേസമയം ഈ ഒരു 6 എന്ന എനർജി വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. കാരണം 6 ശുക്രൻ്റെ എനർജിയാണ്. ശുക്രൻ്റെ എനർജി ഞാൻ 1 മുതൽ 9 വരെയുള്ള ഓരോ സംഖ്യകളെ കുറിച്ചിട്ടും ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ, അല്ലേ? ഇപ്പോൾ എല്ലാ ദിവസവും നമുക്കത് ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. 6 എന്നത് മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ്, ശുക്രൻ്റെ എനർജിയാണ്, അട്രാക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, പാലക്കാട് സർ. പാലക്കാട്. ഓക്കെ, രണ്ടാമത്തെ കോളാണ് പാലക്കാട് നിന്ന്. ഓക്കെ, ആരാണ് വിളിക്കുന്നത്? പറയാം. മുരളീധരൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മകളുടെ. ആ, ഓക്കെ. മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ശ്രീലക്ഷ്മി എം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 24/7/1995. 24/7/1995. 1980 ആണോ? 95. ഓക്കെ, 1995. SRI LEKSHMI. LE ആണ് അല്ലേ? LEKSHMI അല്ലേ? LEKSHMI എം. ശ്രീലക്ഷ്മി എം. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 1 ആണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് നിങ്ങളുടെ തൊട്ട് മുമ്പേ വിളിച്ചൊരു കോളും സെയിം 6ഉം 1ഉം ആണ്. അതും പാലക്കാട് നിന്ന് തന്നെയാണ് വിളിച്ചത്. ഓക്കെ, അതൊരു എന്താ പറയുക, ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യം. എന്തായാലും പേഴ്സണാലിറ്റി നമ്പർ 6, 1 അത് പൊതുവേ ഒരു നല്ല എനർജി ആയിട്ട് വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ ആ പേരിൻ്റെ എനർജി ശ്രീലക്ഷ്മി എം, അതായത് ജസ്റ്റ് എ മിനിറ്റ്. ശ്രീലക്ഷ്മി എം എന്നുള്ളത് നമുക്കതൊരു മോശമായിട്ടുള്ള പേരല്ല, സപ്പോർട്ടീവായിട്ടുള്ള പേരാണ്. അത് ഒന്നുകൂടി ഞാൻ കൺഫേം ചെയ്യാം. SRI LEKSHMI അല്ലേ? അപ്പോൾ ഈ ഒരു പേര് പൊതുവെ നല്ലതാണ്. എന്താ പറയുക, കുട്ടി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം നയിക്കാനൊക്കെയുള്ള എനർജി ഇതിലുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട്? പേര് കല്യാണം പിന്നെ ഒരു സെക്കൻഡേ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ഏത് വർഷം ഏത് സമയത്താണ്. ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ? ഇപ്പോൾ നമ്മൾ ന്യൂമറോളജി പ്രകാരം പോസിബിൾ ആയിട്ടുള്ള ഒരു വർഷമാണ്
ഏത് പിന്നെ ഈ വർഷം, അതായത് 2024 എന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷവും ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ എന്താ പറയുക, ഇത് കുട്ടിക്ക് താല്പര്യമില്ലാതെ അങ്ങനെയൊന്നുമില്ലല്ലോ? അതെ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷവും ആയിരുന്നു, ഈ വർഷവും തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ കാര്യങ്ങളെ വിശദീകരിച്ച് നോക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് 6ന്റെ എനർജിയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നൊരു എനർജിയാണത്. അപ്പോൾ അങ്ങനെയായിട്ടാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവരുടെ ഇഷ്ടമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും പോസിബിൾ ആയിട്ടുള്ള സമയമാണ് എന്തായാലും ഈ വർഷം 2024. അപ്പോൾ ഈ പേരിൽ മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ജീവിതം അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൽ പിന്നെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള അവർക്ക് ആകുന്ന ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വിവാഹ ബന്ധത്തിന് എടുക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ അത് എന്താ പറയുക, അത് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 1 ഏറ്റവും സപ്പോർട്ടീവാണ്. അതുപോലെ 1 പേഴ്സണാലിറ്റി വരുന്ന എനർജീസ് ഏറ്റവും സപ്പോർട്ടീവാണ്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം 2 എന്നുള്ള എനർജിയും സപ്പോർട്ടീവാണ്. അതേപോലെ തന്നെ 6 എന്ന എനർജിയും സപ്പോർട്ടീവാണ്. ഇത് ആദ്യത്തെ വിവാഹമാണോ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ എന്താ പറയുക, ജ്യോതിഷപ്രകാരം നോക്കിയിട്ടാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ളത് എടുക്കുക. അതുപോലെ ഇതിലും അതുപോലെ നോക്കുക. പിന്നെ ഭാഗ്യദായകമായിട്ടുള്ള പേരാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തന്നെ അവർക്ക് അടുപ്പിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വിട്ടുകൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ തന്നെ അത് അനുകൂലമായിട്ട് അവർക്ക് വരും. ഓക്കെ. അതാണ് അതിൻ്റെ മെയിനായിട്ട് പറയേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒരു ഇഷ്ടമില്ലാത്തത് ഇഷ്ടപ്പെടുത്തിയിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇവർക്ക് ഇഷ്ടം എന്നുള്ളതും ഇതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കൊണ്ടുപോവുക. ഓക്കെ. എന്തായാലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പറഞ്ഞോളൂ. ഏത് ഇവർക്കോ? ജോലി എപ്പോഴാ കിട്ടുന്നുള്ളതാണോ ചോദിക്കുന്നത്? അപ്പോൾ ഇവർ അങ്ങനെ വിദേശത്തേക്കോ അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ പഠിച്ചത് അല്ലേ? അപ്പോൾ അത് തന്നെ വിദേശത്ത് ജോലി ചെയ്യാനുള്ള എനർജി ഇതിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ വിദേശത്തേക്ക് തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു എന്താ പറയുക സാധ്യതയും ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ശരിക്കും വിദേശത്ത് നമ്മൾ ജനിച്ച നാട് വിട്ടിട്ട് പോയിട്ട് ജീവിക്കേണ്ട വ്യക്തിയായിട്ടാണ് ഇതിൻ്റെ എനർജിയിൽ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് നിങ്ങളുടെ സൗണ്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. പാലക്കാടിന്റെ ഏത് ഭാഗത്തുനിന്നാണ് ഏത് ഭാഗത്തുനിന്നാണെന്നുള്ളത് ഏത് ഭാഗത്തുനിന്നാണെന്നുള്ളത് ഒരു സെക്കൻഡേ അതൊന്ന് നോക്കണം. ഏറ്റവും അനുകൂലമായിട്ടുള്ളത് സൗത്ത് വെസ്റ്റ് എന്നാണ് വരിക. സൗത്ത് വെസ്റ്റ് കോണ്. സൗത്ത് വെസ്റ്റ് കോണ് ആ ഏരിയയിൽ നിന്നാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. അതായത് പാലക്കാടെന്ന് എന്ന് പറയുമ്പോഴേക്കും കോഴിക്കോട് ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ. എന്തായാലും പേരിൻ്റെ സൗത്ത് വെസ്റ്റ് കോണ് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ. അത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പാലക്കാട് നിന്ന് മുരളീധരനാണ് വിളിച്ചത്. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് മോഹനൻ. ഹലോ. ഹലോ. ആരാണ് സംസാരിക്കുന്നത്? മോഹനൻ ചെട്ടിയാർ. ആരാണ്? മോഹനൻ ചെട്ടിയാർ. മോഹനൻ. മോഹനൻ എവിടുന്നാ വിളിക്കുന്നത്? തൃശ്ശൂരിന്നാ വിളിക്കുന്നത്. തൃശ്ശൂർ. ഓക്കെ. ആരുടെ കാര്യം അറിയാനാണ് മോഹനൻ? നമ്മുടെ കാര്യം തന്നെ അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ആരുടെ?
എന്റെ കാര്യം തന്നെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതെ അതെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1965 മാർച്ച് 15 15/3/1965 അല്ലേ? മാർച്ച് 3 1965. മോഹനൻ പിന്നെ മോഹനൻ KS. KH KS. മോഹനൻ KS മോഹനൻ KS. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ മോഹനൻ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എനിക്ക് പറയാം. ഹലോ, കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 3 വരുന്നത്. അപ്പോൾ പേര് പിന്നെ പൊതുവേ പേരിൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ 33 വരുന്ന ഒരു എനർജിയാണ്, 6ന്റെ എനർജിയാണ്. എന്നിരുന്നാലും നമുക്കൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള പേര് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതായത് പേഴ്സണാലിറ്റി 6ഉം ലൈഫ് പാത്ത് നമ്പർ 3 വരുന്നത്. 6ഉം 3 പറയുമ്പോൾ ഒരു ഓപ്പോസിറ്റ് എനർജിയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിരിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണെങ്കിലാണ് നമ്മൾ ഒരു ഹൈ ലെവൽ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഇതാണ് എന്ന് വെച്ചിട്ട് വലിയ ദോഷമില്ല. എന്നിരുന്നാലും പല കാര്യങ്ങൾക്കും കാലതാമസം, അതൊക്കെയാണ് അതിൻ്റെ. പറയാം. എന്താണ്? ലോട്ടറി കച്ചവടമാണ് ജോലി. ലോട്ടറി കച്ചവടം, ബായിക്കുറി കച്ചവടം. ഓക്കെ 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 ഓക്കെ. അതാണ് പേരിൻ്റെ എനർജി പ്രകാരം അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകും, അതാണ് അതിൻ്റെ ഒരു ഇത് പറയാനുള്ളത്. അല്ലാതെ ഇതിൽ ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ഇതിൽ കാണാനില്ല. അപ്പോൾ അത് നമ്മൾക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ആക്കുക കാര്യങ്ങളെ. പേരിൻ്റെ മോഹനൻ KS എന്നുള്ളത് മോഹനൻ അതിൻ്റെ മോഹനൻ്റെ പിന്നെ സെക്കൻഡ് നെയിമായിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പേര് KS എന്നല്ലാണ്ട്? പിന്നെ എന്റെ വീട് കച്ചവടമില്ല, വീട് വെക്കാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കതൊരു പേര്, അപ്പോൾ അതാണ് പേരിൻ്റെ നമ്മളെ ന്യൂമറോളജി പ്രകാരം പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുക. അത് ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക ഏറ്റവും ബെസ്റ്റായിട്ട്. അതായത് ഈ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 3. ഈ 6ന്റെയും 3ന്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ 6, അതായത് ശുക്രൻ്റെ എനർജി. ഇന്ന് ഞാൻ 6നെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ഇന്ന് വന്ന ആദ്യത്തെ ഈ 3 കോളും 6ന്റെ എനർജിയിലുള്ളതായിരുന്നു. എല്ലാം 6ന്റെ അതായത് ശുക്രൻ്റെ എനർജിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫ് പാത്തിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയാണ് വന്നത്, വ്യാഴത്തിൻ്റെ എനർജി. അതായത് ഒന്ന് അസുരഗുരു, ഒന്ന് ദേവഗുരു എന്നുള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ പേര് അവിടെ പേരിൻ്റെ ഇമ്പോർട്ടൻ്റ് അവിടെയാണ്. അവിടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരുണ്ടെങ്കിലാണ് നമുക്ക് ഈ 2 എനർജീൻ്റെയും ഗുണങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജീനെ അവിടെ അത് ബാലൻസ് ആണ്. അതെന്താ, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇതിലെല്ലാം ബാധിക്കും. നമ്മുടെ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അതിനെ ഡൈവേർട്ടാക്കിയിട്ട് അതിനെ വ്യത്യസ്തമാക്കിയിട്ട് കൊണ്ടുപോകുന്ന രീതി, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലുള്ള എനർജിയാണിത്. അപ്പോൾ അതിൽ നല്ലൊരു മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ആ പേരിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. അത് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി അതുകൂടാതെ നിങ്ങൾക്കൊരു ബെസ്റ്റായിട്ടുള്ള ഒരു സ്റ്റോൺ ധരിക്കാം, അപ്പോൾ രത്നങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാക്കാം. നിങ്ങളുടെ മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എപ്പോഴും 1ഉം 9ഉം ആയിരിക്കും. ഓക്കെ, 1ഉം 9ഉം. ഓക്കെ, ഈ 1നെയും 9നെയും നിങ്ങൾ ഒരു ലക്കി നമ്പറായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒന്നുണ്ടോയെന്നല്ല, എല്ലാ നമ്പറും കൂട്ടിയിട്ട് സിംഗിൾ ഡിജിറ്റ് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ നമുക്കത് 1 കിട്ടണം. അങ്ങനെയാണ് ആ 1നെ ലക്കി നമ്പറായിട്ട് എടുക്കുക. ഓക്കെ, 1 അല്ലെങ്കിൽ 9, ഇത് രണ്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. അതായത് ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അത് മോഹനൻ
KS ആണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 6 നമ്പർ തന്നെ മികച്ചത് തന്നെ. ഇപ്പം നമുക്ക് ഇന്ന് വന്ന ഒരു 3 കോളിലും 6 എന്നതുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് 6നെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ 6 എന്ന നമ്പർ ഏതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 6 എന്നത് 3ൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയായി, 1ൻ്റെ കൂടെ നിൽക്കുമ്പോൾ ന്യൂമറോളജി പ്രകാരം വളരെ സപ്പോർട്ടീവാണ്. ആദ്യം വന്ന 2 കോളുകളും 6, 1 എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിഷ്ണു എന്നായിരുന്നു. വിഷ്ണു എവിടെ നിന്നാണ്? കോഴിക്കോട്. ഓക്കെ. വിഷ്ണുവിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1995 ഒക്ടോബർ 10. അല്ല, ഒക്ടോബർ 26. ഓക്കെ, 26/9/1995 അല്ലേ പറഞ്ഞത്? 26/10/1995. സെപ്റ്റംബർ എന്നല്ലേ പറഞ്ഞത്? ഹലോ, സെപ്റ്റംബർ എന്നല്ലേ പറഞ്ഞത്? അല്ല, ഒക്ടോബർ ആണ് പറഞ്ഞത്. ഒക്ടോബർ പറഞ്ഞത്. ഓക്കെ ഓക്കെ. 26/10/1995. ഓക്കെ. വിഷ്ണു ഇനീഷ്യൽ എന്താണ്? എം. വിഷ്ണു എം അല്ലേ? അതെ അതെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ വിഷ്ണു, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഹലോ വിഷ്ണു, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, വിളിക്കുന്ന എല്ലാവരുടെയും എനർജിയിൽ 6 ശുക്രൻ്റെ എനർജി വരുന്നുണ്ട്. എന്തായാലും 8ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരൽ വലിയ ദോഷമല്ല, കാർമികമായിട്ടുള്ള എനർജിയാണ്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നേടേണ്ട ആൾ തന്നെയാണ്. പക്ഷേ പേര് വിഷ്ണു എം എന്നുള്ളത് അതിനധികം സപ്പോർട്ടീവായിട്ടുള്ളതല്ല. നിങ്ങളുടെ കാരിയർ ബേസ് പറയുന്നതാണ്. അല്ലാണ്ട് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും. അതിന് എന്നിരുന്നാലും നിങ്ങളുടെ എനർജി പ്രകാരം തടസ്സമുണ്ടെങ്കിലും നിങ്ങളുടെ പേരിൻ്റെ എനർജി അതാണ്, വിദ്യാഭ്യാസം നേടാനുള്ള എനർജി ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയേണ്ട കാര്യം. അപ്പോൾ അത് കാരിയറിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാലതാമസമാണ് ഫലം പറയേണ്ടത്. ഓരോ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് വരുമ്പോൾ. ഓക്കെ. ഹലോ 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 കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ പറയാം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6 8ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഈ 8ൻ്റെയും 6ൻ്റെയും കൂടിച്ചേരലിന് നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ളതാണ്. നല്ലൊരു പേരുണ്ടെങ്കിൽ നല്ല ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജി കൂടിയാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ സപ്പോർട്ട്. ഇപ്പോൾ ഈ ഒരു പേരിൻ്റെ എനർജി പ്രകാരം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് അതിൽ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ പേരിൽ ചെറിയ മാറ്റം വരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അതേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് ഈ വിഷ്ണു എം എന്നുള്ളതിൻ്റെ ആ ഫുൾ ഫോം വെച്ചിട്ട് നമുക്ക് നോക്കാമായിരുന്നു. അതൊക്കെ പക്ഷേ കട്ടായി പോയി, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. എന്നെ കോഴിക്കോട് നിന്ന് വിഷ്ണുവാണ് വിളിച്ചത്. പിന്നെ ഒരു അത്ഭുതം പോലെ ഞാൻ പറഞ്ഞു, ഇന്ന് വിളിച്ച എല്ലാവരുടെയും എനർജിയിൽ ഇന്ന് 4 കോൾ ഇപ്പോഴും വന്ന്. അപ്പോൾ ഈ 4 കോളിലും 6ൻ്റെ എനർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 6നെ കുറിച്ചിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയാം. അപ്പോൾ ഇവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പേഴ്സണാലിറ്റിയിൽ വന്നു കഴിഞ്ഞാലാന്ന് പറയുന്നത് കേട്ടോ. ലൈഫ് പാത്തിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമല്ല പറയുന്നത്. പേഴ്സണാലിറ്റിയിൽ വരുമ്പോഴേക്കും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ഇവർക്ക് എന്താ പറയുക, ഒരു സത്യത്തിനെയും നീതിനെയും എപ്പോഴും നോക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അതേസമയം മറ്റുള്ളവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കൂടി ഉണ്ട്. കാരണം അവരെവിടെ പോയി കഴിഞ്ഞാലും അവിടെയുള്ളവരെ സ്വന്തം ഫാമിലി
ഇല്ല. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവിടെ കുറച്ച് നാൾ അവർ പോകുമ്പോഴേക്കും അവിടെ അവർ എല്ലാവരും ഒരു ഫാമിലി പോലെ ആക്കി എടുക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അതേപോലെ ഒരു സെൻട്രൽ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടി ആയിരിക്കും ഈ 6 എന്നുള്ളതാണ്. അതുപോലെ ഏതൊരു കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അത് ഇവരുടെ ഒരു ഇതാണ്. അതായത് എന്തെങ്കിലും ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഒന്നുമില്ല, ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാം എന്നുള്ള രീതിയിലല്ല, അത് ഏറ്റെടുക്കുന്ന ഒരു എനർജിയാണ് ഈ 6 എന്നുള്ളത്. ഈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൻ്റെ 6ആണ്. അതല്ലാതെ പേഴ്സണാലിറ്റി 6 വരുമ്പോഴേക്കും കുറച്ച് നമ്പർ കൂടി വരും. അതായത് 6-ാം തീയതി ജനിച്ചവർ, 15-ാം തീയതി ജനിച്ചവർ, 24, ഇതെല്ലാം 6ൻ്റെ എനർജിയാണ്. പക്ഷേ ഇത് 6 എന്ന ഒരു അതിൻ്റെ കൂടെ എന്താ പറയുക സംയുക്ത സംഖ്യ അല്ലാത്ത 6, ആ ഒരു 6ൻ്റെ എനർജിയാണ് പറയുന്നത്. ഇത് ഒരു കാര്യത്തിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യും. അത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു പക്വതയും അവർക്ക് ഉണ്ടാകും. കാരണം 6 എന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു എനർജിയാണ്. പണ്ട് ഞാൻ എന്താ പറയുക രാജകൊട്ടാരമൊക്കെ ആയിട്ട് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 രാജാവാണെങ്കിൽ 2 രാജ്ഞിയാണ്, 3 രാജഗുരുവാണ്, 4 ഗുപ്തചാരനാണ്, 5 രാജകുമാരനാണ്, അതായത് രാജാവിൻ്റെ മകൻ, 6നെ ദേവ അല്ലെങ്കിൽ ഈ രാജനർത്തകി എന്നൊക്കെ പറയാം. അതായത് ഇവർ ഭയങ്കര അട്രാക്റ്റീവാണ്. അതേസമയം ആൾക്കാരെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാനും അതേസമയം അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ന് വെച്ചിട്ട് ഇവർ അതിന് എന്താ പറയുക അവരുടെ നിന്ന് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ടുപോകുവാനുള്ള ഒരു പവർ കൂടി ഈ എനർജിക്ക് ഉണ്ട് എന്നതാണ്.